ഒന്ന് ചോദിക്കട്ടെ, പുറത്ത് നമ്മളൊരു മാധ്യമപ്രവർത്തനങ്ങൾ കേട്ട ഒരു കാര്യമോ, അങ്ങയുടെ ഓഫീസിലേക്ക് കടന്നു വരാൻ ഇ ഡി ശ്രമം നടത്തി എന്നൊരു വാർത്ത പരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്രമം ഇ ഡി നടത്തിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരാൻ? എനിക്കറിയില്ല. ഇല്ല, എനിക്കറിയില്ല. അറിയാതെ എങ്ങനെ ശ്രമിച്ചെങ്കിലേ ഉള്ളൂ അല്ലേ? അങ്ങ് പറഞ്ഞു. അപ്പോ അന്ന് പറഞ്ഞ കൂട്ടത്തില് എന്തെല്ലാമാണ് വൃത്തികെട്ട ആരോപണങ്ങളല്ലേ. ബിരിയാണി ചെമ്പ്, ബിരിയാണിക്കകത്ത് സ്വർണം, ഇങ്ങനെയൊക്കെയല്ലേ ആക്ഷേപങ്ങളുണ്ടായത്. അതിനൊക്കെ വിശ്വാസ്യത പകരുന്ന നിലപാടല്ലേ എടുത്തത്. അപ്പോ LDFനെ എത്രമാത്രം വലിയ ശത്രുവായി BJP കണ്ടു എന്നുള്ളതൊരു തെളിവല്ലേ അത്. അതല്ലേ കാണേണ്ടത്. ഇപ്പോൾ ത്രിപുരയിൽ അവിടെ BJP വിജയം വന്നപ്പോൾ പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പ്രത്യയശാസ്ത്ര വിജയമാണ്, ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന്. ഇപ്പോൾ അവർ CPIM രാജ്യത്താകെ വലിയ പാർട്ടിയല്ലെങ്കിലും CPIMനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നൊരു നിലയാണ് BJPക്ക് സാധാരണ. അല്ല, അവരുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ. അപ്പോൾ അതിനിടയിൽ CPM വേണമെങ്കിൽ ഒരു ഊഴം കൂടെ നിന്നോട്ട് എന്നുള്ളതാണെങ്കിലോ? ഇവിടെ RSS എന്ന് ആണല്ലോ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. നേതൃത്വം കൊടുക്കുന്ന RSS അവർ 3 കൂട്ടരെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അത് ഒന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി, വേറൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് അവർ കണ്ടിട്ടുള്ള ശത്രുക്കൾ. അപ്പോൾ അവരുടെ രീതിശാസ്ത്രമനുസരിച്ച് ഇവരോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസും BJPയും എന്ന് പറയുന്നത് എന്താണ് അവർ തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ നയങ്ങളെ കാര്യം നോക്കിക്കോളൂ. രണ്ടുപേരും ഒരേപോലെ കാണുന്നില്ല. അല്ല, നയങ്ങൾ നോക്കിക്കോ നിങ്ങൾ. ആഗോളവൽക്കരണ നയം എന്താ വ്യത്യാസം? ഒരേ നയമല്ലേ. സാമ്പത്തിക നയം ഒരേ നയമല്ലേ. സാമ്രാജ്യത്വമുള്ള സമീപനം ഒരേ നയമല്ലേ. അത് ഞങ്ങളതല്ലല്ലോ, ഞങ്ങൾ വ്യത്യസ്ത നയമാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം വ്യത്യസ്ത നിലപാട് ഞങ്ങൾക്കുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഞങ്ങളോട് ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പാണ്. ഇപ്പോൾ കോൺഗ്രസ് BJPക്ക് എതിരാണെന്ന് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് BJPക്ക് എതിരാണെങ്കിൽ BJPയെ തകർക്കാനാണല്ലോ എല്ലാ വഴികളും നോക്കേണ്ടത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് ആരെ സഹായിക്കാനാണ്? യഥാർത്ഥത്തിൽ അത് BJPയുടെ B ടീമായിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ നടത്തിയത്.